പ്രായത്തിനൊത്ത ജീവിതങ്ങളൊന്നും വലിയ ഗുണം പോരാ. നമ്മളെപ്പോലത്തെ എല്ലാം കൊണ്ടും നന്നാകുന്നുണ്ട്. നമ്മളൊന്നും കൊണ്ടുവന്ന് കഴിച്ചിലായിട്ടില്ല. കുറ്റം ചെയ്യാത്ത കാര്യത്തിൽ നമ്മൾ എപ്പോഴും കുറ്റക്കാർത്തിയാണ്. പ്രായത്തിനൊത്ത ഭർത്താവ് കൊണ്ടോ മക്കളെ കൊണ്ടോ വെളിച്ചെഴുതിയിട്ടില്ല. നമ്മൾ ഒരു സ്നേഹബന്ധത്തിൽ മനസ്സിന് ദുഃഖപ്പെട്ടിട്ടുണ്ട്. ഇതിനും ഒരാളെ ഉള്ളുപെട്ട് സ്നേഹിച്ചൊക്കെ നിന്ന് പരാജയപ്പെടുത്താനും കഴിഞ്ഞു പോയിട്ടുണ്ട്. വിജയിക്കും, കഷ്ടപ്പെടില്ല. ഇപ്പൊ വേറെ ആളെ സ്നേഹിക്കുന്നുണ്ടെന്നല്ല പറഞ്ഞത്. ഒരു കാര്യം മനസ്സിൽ പ്ലാനിട്ട് വെച്ചിട്ടുണ്ട്. വിജയിക്കും, കഷ്ടപ്പെടില്ല. പോക്കും വരും ആർക്കും കണ്ടുകൂടാ കേട്ടോ. അടുത്ത വീട്ടിൽ പോയിരിക്കുന്നത് വളരെ സൂക്ഷിക്കണം. ഇല്ല, പോവാറില്ല. പോകുന്ന സ്നേഹം നിലക്കഴിക്കും. കുറ്റം കേൾക്കാനുള്ള വിധിയുണ്ട്. അങ്ങോട്ട് പോയിട്ട് കേൾക്കൂല. സമയമോശം കൊണ്ട് കേൾക്കും. നമ്മളെ കൈ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും തിന്നോളൊക്കെ നമ്മളെക്കൊണ്ട് നല്ല വാക്ക് പറയും. പഠിക്ക് പുറത്തിറങ്ങുമ്പോ പാര വെച്ച് പോകും. അമ്മേനെ കൊണ്ട് എപ്പോഴും വിഷമമുണ്ട് കേട്ടോ. അച്ഛൻ്റെ ആൾക്കാരുണ്ട്, സഹായവും ഇല്ല. അമ്മേന്റെ വീട്ടുകാരെ കൊണ്ട് ഗുണവുമില്ല, ദോഷവും ഇല്ല. ഒരു മരിച്ചാളെ വരവ് എപ്പോഴും ഉണ്ട് വീട്ടിൽ. സന്തോഷം കൊണ്ട് വരിക, ദുഃഖം കൊണ്ട് വരികയല്ല. അതിനെക്കൊണ്ട് തെളിയും, കഷ്ടപ്പെടൂല കേട്ടോ. വിജയിക്കും, വിചാരിച്ച നിലയിലെത്തും. പുണ്യയാത്രകൾ ഇനിയും ചെയ്യും. ഇവിടെ വന്ന് വഴിപാട് കൊടുത്തൊന്നും മതിയായിട്ടില്ല. ഇനിയും ദൂരെ ദൈവ സ്ഥലത്തൊക്കെ പോകും. ഗുരുവായൂരിക്ക, പളനിക്ക, മുത്തപ്പൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി വരും. അതിൻ്റെ സഹായം ഉണ്ടാകും അല്ലേ. മരിച്ചുള്ള സഹായം നമുക്ക് എപ്പോഴും കിട്ടും. വിജയിക്കും. ആരംഭിച്ചൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറും. ശത്രു 24 മണിക്കൂർ കാണുന്നുണ്ട്. യാത്ര പ്രവൃത്തി കൊണ്ട്, ജോലി കൊണ്ടൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. ഉദ്ദേശിച്ച കാര്യം വിജയിക്കും. പ്രതീക്ഷിക്കാത്തൊരു യാത്ര പോകാനുണ്ട്. അത് നന്നാകും. വീണ് കിട്ടുമ്പോഴത്തെ മുതലാളിയമ്മയാകും, തൊഴിലാളിയമ്മയായി പോകൂല. വീണെല്ലാ കറക്കങ്ങളൊക്കെ മാറി നമ്മുടെ കഷ്ടകാലങ്ങളൊക്കെ വിട്ട് നന്നാകേണ്ട ഭാഗ്യം ആര് കഴിക്കാലും ഗുരുവായൂരപ്പൻ്റെ നാപ്പാണ്, ദോഷം വരൂല കേട്ട. അപ്പം അതല്ലേ പറഞ്ഞ ദൈവസഹായം നോക്കുന്നുണ്ട്. ഉയർന്ന നിലയിലെത്തും. ഗുരുവായൂരപ്പൻ്റെ സഹായം, പെരുമാറ്റം മാത്രമേ നമുക്കുള്ളൂ. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ട്. ഇഷ്ടപ്പെട്ട മോളാണ് നീ. ദൈവസഹായം ഉണ്ട്. ഒരാളെ മുമ്പിൽ നമ്മൾ തോറ്റു വരൂല. വിചാരിച്ച തോതിലെത്തും.